ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഗ്രിൽഡ് ചിക്കൻ എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ഓവനും ഗ്രില്ലും എയർ ഫ്രയറും അതൊന്നും ആവശ്യമില്ല. അതൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ നമ്മുടെ പാനിൽ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, മാരിനേഷനിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു മാരിനേഷനും അതിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മാരിനേഷൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫുൾ ചിക്കൻ ഇങ്ങനെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ചിക്കൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇനി വേണ്ടത്, ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 10 കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ ഒരു കാശ്മീരി ചില്ലിൻ്റെ കൂടെ നോർമൽ ചില്ലിയും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഒരു 3-4 ഇടാം. ഞാനിപ്പോൾ ഫുൾ കാശ്മീരി എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സീഡലുണ്ടല്ലോ, ആ ഒരു കുരുവൊന്നും ഇനി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനത് കട്ട് ചെയ്തപ്പോൾ ഒന്ന് എന്താ പറയുക, ഒന്ന് കട്ട് ചെയ്തൊന്ന് കുടഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കുരുവെല്ലാം വേറെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ട, അതൊന്ന് കളയാം. എന്നിട്ട് ഈ മുളകിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ, ഒരു 3-4 ടേബിൾ സ്പൂണെങ്കിലും വിനീഗർ ഉണ്ടല്ലോ, സുർക്ക, അതൊന്ന് ഒഴിച്ചിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഇനിയിപ്പോൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് കുറച്ചൊന്ന് വരഞ്ഞു കൊടുത്താലും മതി. നമ്മളെ മസാലയെല്ലാം ഒന്ന് ഉള്ളിൽ പിടിക്കാനും എല്ലാം വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തിയിട്ട് കുറച്ചൊന്ന് വരയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കിങ്ങനെ 4 പീസൊന്നും ആക്കുന്നില്ലെങ്കിൽ ഒരു ഫുൾ ചിക്കൻ അങ്ങനെ തന്നെ എടുക്കാം. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കണം. അതിനായിട്ട് ചെറിയൊരു ഗ്രൈൻഡറിൽ അഞ്ചാറല്ല ഒരു പിടി നിറച്ചും ചുവന്നുള്ളി ഉണ്ടല്ലോ അത്, പിന്നെ ഒരു വലിയ തക്കാളിൻ്റെ ഒരു പകുതി എടുക്കുക, അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതും, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ജിഞ്ചർ പേസ്റ്റും, പിന്നെ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, വെളുത്തുള്ളി ചതച്ചതും, പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക്, അതേപോലെ 1 ടേബിൾ സ്പൂൺ നിറയെ മല്ലി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഹോൾ മല്ലിയായിട്ടില്ലെങ്കിൽ മല്ലിപ്പൊടി എടുത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ, ഇനി ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഓയിലായാലും മതി. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഞാനിതിപ്പോൾ ഒരു 2 ട്രിപ്പായിട്ട് അരച്ചിട്ടുള്ള, കാരണം ഇത് ചെറിയൊരു ഗ്രൈൻഡർ ആയതുകൊണ്ട് തന്നെ ഫുള്ള് പുറത്തേക്ക് തെറിക്കുന്നുണ്ട്. നിങ്ങൾ അരക്കുമ്പോൾ ഒരു വലിയ മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ടിട്ട് അരക്കാൻ നോക്കാം, അല്ലെങ്കിൽ പിന്നെ ഡബിൾ പണിയാവും. അങ്ങനെ ഇപ്പോൾ അരച്ചത് ഞാനിതാദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക, എല്ലാ ഭാഗത്തും മസാല ഒന്ന് പിടിക്കലാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഇത് തലേന്ന് തന്നെ ഇതിങ്ങനെ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്നേക്ക് നല്ലോണം മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഫുൾ ചിക്കനെല്ലാം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് വരെ നന്നായിട്ടൊന്ന് മസാല പിടിപ്പിക്കാൻ നോക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ക്ലോസ് കോണ്ടാക്റ്റിൽ ഇരിക്കുകയും ചെയ്യും കുറേ നേരം ഇങ്ങനെ വെക്കുമ്പോൾ. ഞാനിതിപ്പം തലേന്ന് തന്നെ എന്താ പറയുക എല്ലാം മിക്സാക്കി വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ട്, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും സുഖമായിരിക്കും. ഇനിയിപ്പോൾ ഈ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ, അത് നമ്മൾ കളയുന്നില്ല, അത് നമുക്ക് ഇനിയും ആവശ്യമുണ്ട്, അതവിടെ മാറ്റി വെക്കാം. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനിയിപ്പോൾ ഇതൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ചിക്കൻ്റെ ഓരോ പീസും എടുത്തിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഫസ്റ്റെല്ലാം വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2-3 മിനിറ്റ് വെക്കുക. തീ കുറക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കാണ്ട് എല്ലാ പീസും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ പകുതി മാത്രമേ ഇതിൽ കുക്കാക്കുന്നുള്ളൂ. പിന്നെ ബാക്കി നമ്മളെ ഗ്രിൽ ടൈപ്പ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഒരു 1.5-2 മിനിറ്റെല്ലാം ഇങ്ങനെ വെച്ചാൽ മതി.
അപ്പം നാട്ടിലത്തെ ചിക്കൻ്റെ വേവ് ഇങ്ങനെയാണെന്ന് നോക്കിയിട്ട് കുറച്ചധികം നേരം കൂടി വെക്കാം. ഇവിടുത്തെ പിന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ബാക്കിയുള്ള മസാലയെല്ലാം ഇതിൻ്റെ മേലെ തന്നെ ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ടൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് 2 സൈഡും നമ്മളൊന്ന് കുക്കാക്കി എടുക്കണം. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്നവിടെ അടച്ച് വെക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് കുറച്ചൊന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡ് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ ആ സമയത്ത് നമുക്ക് കുറച്ച് സാലഡ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ വിനീഗർ ഉണ്ടല്ലോ, സുർക്ക ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഇനി ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള വേറെ ഏതെങ്കിലും ഓയിൽ എടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് ഇത് ഇട്ടിട്ട് നല്ലോണം ഒരു വിസ്ക് കൊണ്ടൊന്ന് മിക്സാക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഇടാനുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാ ഒരു കുക്കുംബർ, കക്കരി ഉണ്ടല്ലോ, അതും തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ലെറ്റ്യൂസ്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ആയിട്ടുണ്ടെങ്കിൽ അതെടുത്താലും മതി. അതും ഇതേപോലെ കുറച്ച് മതി. പിന്നെ തക്കാളി, അത് ഒരു വലിയ തക്കാളിൻ്റെ പകുതി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള, അതിൻ്റെ കുരുവും ഉള്ളിലെ വെള്ളവും ഇതെല്ലാം കളഞ്ഞിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഈ സാലഡും നമ്മളവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചിക്കനെല്ലാം 2 സൈഡും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട് കുറച്ച്. ഇനി ബാക്കിയുള്ളത് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്ന. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലൊരു ഫോയിൽ എടുക്കാം, കുറച്ച് വലുതായിട്ട് തന്നെ. അപ്പോൾ ഞാനിത് 2 വെച്ചിട്ട് എന്താ പറയുക കവർ ചെയ്തെടുക്കുന്നത്. നിങ്ങളിപ്പോൾ വലിയൊരു ഫുൾ ചിക്കൻ അങ്ങനെ തന്നെ ആണെങ്കിൽ ഒന്ന് തന്നെ മതിയാവും. ഒന്നങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ ഫോയിലിലോട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, അതൊന്ന് ഫുള്ള് എന്താ പറയുക ആദ്യം ഒന്ന് കുറച്ചിട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഇതിൽ 2 വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ ചിക്കൻ്റെ പീസ് മെല്ലെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടോടെ എന്താ പറയുക എടുത്ത ഉടനെ തന്നെ ഇതിങ്ങനെ ചെയ്യണം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ, ഒരു 4-5 പീസ് ബട്ടർ ഇങ്ങനെ അവിടെ ഇവിടെ ലൈറ്റൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു നല്ല സ്മെല്ലും ആ ഗ്രില്ലായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ബട്ടറിൻ്റെ ആ ഒരു ഇതെല്ലാം ആയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് പീസ് ബട്ടർ എടുത്തിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം ഒന്ന് വെക്കാം എല്ലായിടത്തും. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഫോയിൽ എടുക്കുക. അപ്പോൾ 2 ഫോയിൽ വേണം ഡബിളായിട്ട്. ഇതേപോലെ ഇതാ ഇങ്ങനെ മൂടിക്കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി എടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ വെക്കാം. എന്നിട്ട് 4 സൈഡും നല്ലോണം ഒന്ന് എന്താ പറയുക സീൽ ചെയ്തെടുക്കണം. നല്ലോണം ഒന്ന് മടക്കി പുറത്തേക്ക് അതിൻ്റെ എന്താ പറയുക ആവിയും പുകയൊന്നും പോവാതിരിക്കാൻ നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. എല്ലാ സൈഡും ഒന്ന് മടക്കിയിട്ട് നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഒരുമിച്ചിട്ട് ചെയ്യുന്നില്ല, അപ്പോൾ പൊട്ടിപ്പോണ്ടാന്ന് വെച്ചിട്ട് 2 പീസ് ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആക്കുന്നത്. നിങ്ങളിലൊരു ഫുൾ ചിക്കൻ ആണെങ്കിൽ ഒന്നങ്ങനെ തന്നെ വെച്ചാലും മതി. ഇപ്പോൾ വീണ്ടും അടുത്തതും ഇതേപോലെ തന്നെ ഫോയിലെടുത്ത് മസാല പുരട്ടി ചിക്കനും ബട്ടറും എല്ലാം വെച്ചിട്ട് വീണ്ടും സീൽ ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലെ നിങ്ങൾ എന്താ പറയുക ഫ്രൈ ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള കരിയാത്ത മസാല ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ചൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള മസാല പൊരിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ളത്. അധികം കരിഞ്ഞിട്ടുള്ള ഭാഗമൊന്നും എടുക്കണ്ട, അല്ലാത്തത് എടുത്തിട്ട് മേലെ ഒന്ന് തേച്ച് കൊടുക്കാം.
ഇനിയിപ്പോൾ ഇതാ രണ്ടും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എന്താ പറയുക ഫ്രൈ ചെയ്ത പാനിലോട്ട് അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതാ അതിൻ്റെ മേലെ രണ്ടും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വേണം വെക്കാൻ. ഞാനിപ്പോൾ ഒരു 8-9 മിനിറ്റ് ഒരു 10 മിനിറ്റ് തന്നെ മാക്സിമം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിടുന്നുണ്ട്. ഇതേപോലെ ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് എന്താ പറയുക തുറക്കാണ്ട് അങ്ങനെ തന്നെ അടച്ചിട്ട് തന്നെ വെക്കുക. ഒരു സ്മെല്ലും അതിൻ്റെ ഒരു പുകയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അടിപൊളി ഇതാ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ നല്ല ചൂടുണ്ട്. അപ്പോൾ ഇവിടെ ലഞ്ചിന് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ലഞ്ചിൻ്റെ സമയമായി. പിന്നെ ചോറൊന്നും വേണ്ട, ഇന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഞാനിത് ചൂടോടൊന്ന് തുറന്നു നോക്കി. നല്ല അടിപൊളി എന്താ സ്മെല്ലെന്നറിയാം. ആ ഒരു ബട്ടറിൽ കിടന്ന് ഗ്രില്ലായിട്ട്. ശരിക്കും ഇത് ഭയങ്കര ഈസി ഉണ്ടാക്കാനും. എന്താ പറയുക, പിന്നെ മാരിനേഷനെല്ലാം നിങ്ങളെ ഇഷ്ടമുള്ള മസാല എന്താ പറയുക ഉണ്ടാക്കുക. പെപ്പറിൻ്റെ ആണോ അല്ലെങ്കിൽ മുളക് പൊടിൻ്റെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താൽ കണ്ടില്ല, ഓവനും ഗ്രില്ലും എയർ ഫ്രയറും ഒന്നും ആവശ്യമില്ല, നമ്മളെ വീട്ടിൽ തന്നെ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിന് പിടിച്ച് കഴിക്കുകയും ചെയ്യാം. പുറത്തെല്ലാം പോയി കഴിക്കാൻ മടിയുള്ളവർക്ക് എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ഇതെല്ലാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കി നോക്കി ഇപ്പോൾ ഇത് പകുതിയായി. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനായിട്ട് ഇതാ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാലഡ് ഉണ്ടല്ലോ, അതൊന്ന് പ്ലേറ്റിലിട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്താ പറയുക ലെമണും കുക്കുമ്പറും അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ സമയമായപ്പോൾ തിരക്കിട്ടിട്ട് പിന്നെ വിളമ്പുന്നതിനും. അങ്ങനെ ഇത് നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയെല്ലാം ഒന്ന് ടേബിളിൽ വെക്കണം. അപ്പോൾ ഞാൻ ഇതിനുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതാ കുബൂസ് വാങ്ങിച്ചതാ. ഹുമ്മൂസും സാലഡും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഗാർലിക് ഇതൊക്കെയാണ്. അപ്പോൾ ഈ സാലഡിൻ്റെ റെസിപ്പി ഞാൻ റീലായിട്ട് ചെയ്യുന്നുണ്ട്, ഷോർട്ട് വീഡിയോയിലായിട്ട്. അപ്പോൾ അതെല്ലാവരും കാണണം. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി ലഞ്ച് ഇവിടെ റെഡിയായി. മരുവോളലുള്ളത് കൊണ്ട് ഇന്നൊരു സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചത്. ചോറന്നെ എപ്പോഴും തിന്നുന്നതല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയിൽ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.